നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്. ഇനി നീ എന്ത് കോപ്രായം കാണിച്ചിട്ടും കാര്യമില്ല രേണു, നിന്നെ എല്ലാവരും വെറുത്തു. ഒരു റീച്ചും കിട്ടുന്നില്ല. അടുത്ത പ്രോഗ്രാം ആയിട്ട് വന്നേക്കുന്നു രേഷ്മ പി തങ്കച്ച. സ്വന്തം ഭർത്താവിന് മരിച്ച വർഷമാണ് പുള്ളിക്കാരിക്ക് അറിയില്ല, അപ്പോഴാ വെഡിങ് ആനിവേഴ്സറിയുടെ തീയതിയായിട്ട് വന്നിരിക്കുന്നു. രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ബാറില് ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ ഈ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതല്ല, അങ്ങനല്ല, അവൾക്ക് പിന്നെ. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധിയുടെ ഒരു വെഡിങ് ആനിവേഴ്സറി പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ഭർത്താവിനോട് സ്നേഹം അങ്ങ് പൊട്ടി ഒഴുകുവാണ്. ഈ സ്ത്രീക്ക് ഈ പറയുന്ന സുധീനോട് ഈ സ്നേഹമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഇവരിങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭർത്താവ് മരിച്ചുപോയ ഡേറ്റ് എന്നാണെന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയില്ല. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നിരിക്കുകയാണ് രേണു സുധി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ്. സുചേട്ടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്തൊരു ഉടായിപ്പാണ് ഈ കാണിക്കുന്നത്. മരണപ്പെട്ട ശേഷം പോലും അയാളെ വെറുതെ വിടുന്നു. അനാവശ്യമായി സുധിച്ചേട്ടന്റെ പേര് അങ്ങ് വലിച്ചെടുത്തിടുവാണ്. കാര്യം അങ്ങനെ ഒരു പേര് വെച്ചിട്ടേ കാര്യമുള്ളൂ, റീച്ച് കിട്ടത്തുള്ളൂ. ശരിക്കും ഇപ്പൊ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പൊ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സുധിച്ചേട്ടന്റെ പേര് പിന്നെയും വലിച്ചിടണം. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ആ പരിപാടിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ താഴെ വന്നൊരു കമന്റ് ഞാൻ വെച്ചു. ഒരു റീച്ചും കിട്ടുന്നില്ല. അടുത്ത പ്രോഗ്രാം ആയിട്ട് വന്നേക്കുന്നു രേഷ്മ പി തങ്കച്ച. സ്വന്തം ഭർത്താവ് മരിച്ചത് ഏത് വർഷമാണെന്ന് പുള്ളിക്കാരത്തിക്ക് അറിയില്ല, അപ്പോൾ ആ വെഡിങ് ആനിവേഴ്സറിയുടെ തീയതിയുമായിട്ട് വന്നേക്കുന്നു. ഇനി നീ എന്ത് കോപ്രായം കാണിച്ചിട്ടും കാര്യമില്ല രേണു, നിന്നെ എല്ലാവരും വെറുത്തു. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നതല്ല. ഇവരെ വെറുക്കാനും ഈ പറയുന്ന സുധിച്ചേട്ടനെ എല്ലാവരും വെറുക്കാൻ പോലും കാരണം ഈ പറയുന്ന ഈ ഒരു സ്ത്രീയാണ്. പല വീഡിയോയുടെ അടിയിലും താഴെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട്, സുധി അത്ര ശരിയൊന്നും അല്ല എന്നുള്ളത്. സുധിയും കള്ളനായിരുന്നു, അങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ്? മരിച്ചുപോയ മനുഷ്യനാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെയൊക്കെ ഓരോ കമന്റ് വരുന്ന കാര്യം എന്താ? ഈ ഒരൊറ്റ സ്ത്രീ കാരണം, അല്ലാതെ വേറൊന്നുമല്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ശൈത്യ, ബിഗ് ബോസിലുണ്ടായിരുന്ന ശൈത്യ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി എയറിലായിരുന്നു, എയറിന്ന് താഴെ ഇറങ്ങിയിട്ട് വീണ്ടും ഇനി എയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. രേണുവിന്റെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കാരത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, അത്ര ആവശ്യമില്ല. പാവവും ഭയങ്കര എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരുപാട് അങ്ങ് സൈബർ ബുള്ളിങ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ സ്ത്രീ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുന്നത് എങ്ങനെ ഒരു സൈബർ ബുള്ളിങ് ആകും? നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുവാണ്. രേണുവിന്റെ ജീവിതം നശിപ്പിക്കാൻ അല്ലെങ്കിൽ തകർക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അതായത് അനാവശ്യമായിട്ട് രേണുവിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതി ഇവരെല്ലാവരും മനഃപൂർവ്വം വരുത്തി തീർക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന എന്തുവാ? രേണു കാണിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്, അതാണ് പബ്ലിക്കിൽ കാണിക്കുന്നത്. നിങ്ങളൊക്കെ ഈ അന്ധമായിട്ട് ആരാധിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കാര്യമായിട്ട് ചോദിക്കുവാണ്. ഈ പറയുന്ന രേണുവിന് ഈ പറയുന്ന നിങ്ങളോട് നന്ദിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. കാര്യം അവരുടെ ഒരു സ്വഭാവമാണ്. ഇനി രേണുവിന്റെ ഒരു മാസത്തിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ഉണ്ടാവുന്ന കാണിക്കാം. കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ്? ഒരു ഉടക്കില്ല. പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളും ആണെങ്കിൽ സൗന്ദര്യ പിണക്കമെങ്കിലും ഉണ്ടാവും, ഇല്ലയോ? നിങ്ങളൊക്കെ എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പിണക്കം പോലും ഇല്ല. പിന്നെ എവിടെയാ പിണക്കം? നമ്മൾ തമ്മിൽ സൗന്ദര്യ പിണക്കം പോലും ഇല്ല എന്ന് ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഈ സ്ത്രീക്ക് ഈ പറയുന്ന ജനങ്ങളുടെ മുന്നിൽ കിച്ചു എന്റെ സ്വന്തം മകനാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തുന്നത് എന്നുള്ളൊരു പിക്ചർ ഇവര് ക്രിയേറ്റ് ചെയ്തിട്ട്, എന്നാൽ ഇതൊക്കെ തന്നെ വെള്ളം തൊടാണ്ട് എല്ലാരും വിഴുങ്ങിയിട്ടുമുണ്ട്. നമ്മൾ ഇതൊക്കെ ആദ്യ കാലമേ പറഞ്ഞതാണ്. കിച്ചുവിനോടൊന്നും ഇവൾക്ക് ഒരു സ്നേഹവും ഇല്ല. നിങ്ങൾ കണ്ടോ, കുറെ നാളുകൾ ഈ പുള്ളിക്കാരി അഭിനയിക്കുമായിരുന്നു മീഡിയയുടെ മുന്നിലൊക്കെ. ആ പയ്യൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിക്കുക, ആരും വിശ്വസിക്കത്തില്ല. അവന്റെ വീഡിയോക്ക് ശേഷമാണ് രേണുവിന് കുറച്ചുകൂടി ഹേറ്റ് കൂടിയത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ തിരിഞ്ഞത് അങ്ങോട്ടാണ്. എന്തായാലും പൊന്നു രേണു ചേച്ചി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ രേണുവിന്റെ മാനേജറിനെ ഫോൺ വിളിക്കുന്ന ഒരു വോയിസ് പുറത്തിറങ്ങിയിട്ടുണ്ട്, അതൊന്ന് കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഞാന് പിന്നെ രേഷ്മ പി തങ്കച്ചന്റെ മാനേജർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇന്ന് തിരിച്ച്
ആ സ്ത്രീ എന്നെ തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിൻ്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതേന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇവളുടെ മാനേജറായിരിക്കാൻ, എന്ത് ജോലിയിലാണ് എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജറായിട്ട് ഇരിക്കുന്നതെന്ന്. ഈ പറയുന്ന കരീഷ്മയുടെ പ്രൊഫൈല് കണ്ടു കഴിഞ്ഞാൽ ഈ രേണുവിന്റെ മാനേജർ ആവേണ്ട ഒരു ആവശ്യവും പുള്ളിക്കാരിക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനായിരിക്കും മാനേജറായിട്ട് ഇരിക്കുന്നത്? അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണത്തില്ല. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എന്നിട്ട് രേണു ഒരുപാട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നാട്ടിൽ മാനേജർ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. രേണു ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എത്ര കാലമായി? ഇവരെന്താണ് സമൂഹത്തിന് കൊടുത്തത്? കുറെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കി. എന്നിട്ടാണ് ഈ പറയുന്ന മാനേജരും അതും ഇതും ഒക്കെ. ഈ മാനേജറിന്റേതായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഇഷ്യൂസ് ഈ ഷെഫീന ബീവിയുടെ ചാനൽ വഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്തായാലും രേണുവിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും രേണു അതിന് വ്യക്തമായിട്ട് ഒരു ആൻസർ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ മാനേജർമാരെയൊക്കെ നല്ല രീതിയിൽ സംശയിക്കേണ്ടി വരും. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ ഈ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതല്ല, അങ്ങനല്ല, അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നത്. അവൾക്കൊരു വിധവയല്ലേ, ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഈ വിധവ എന്ന് പറയുന്ന ഒരു കാർഡ് അങ്ങോട്ട് കൊണ്ടിടുവാണ്. ഈ സ്ത്രീ ഇനിയും എന്തിനാണ് ഇങ്ങനെ ഒരു വിധവ കാർഡ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഈ വിധവ എന്ന കാര്യം. അവർക്ക് വേറെ ആൻസർ ഇല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങ് മിണ്ടാതിരിക്കുമല്ലോ. പിള്ളേരെ വളർത്തണ്ടേന്ന് ഞാൻ ചോദിച്ചു. ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ പൂക്കളും കാണിച്ചു, വയറും കാണിച്ചു, ബാറിൽ പോയി ഡാൻസും ചെയ്തു ഒന്നുമല്ല ഞങ്ങളാരും മക്കളെ വളർത്തി. അതല്ല, അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ചു നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ പറയുക, അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവളെ വട്ടമെടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. രേണുവിന്റെ മാനേജറോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു. ഹെൽത്ത് പരമായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്, 2 പിള്ളേരെ വളർത്തണം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ മൂത്ത പയ്യനെ അങ്ങ് വെറുതെ വിടുക. പിന്നെ ഋതപ്പന്റെ കാര്യം, അവനെ പോലും നേരെ ചൊവ്വേ ശ്രദ്ധിക്കുന്നില്ല. പിള്ളേരെ വളർത്തണ്ടേ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് കൊണ്ട് ഇട്ടിരിക്കുവാണ്. അതിന്റെ മറവിലൂടെ എത്രത്തോളം ഓരോ കോമാളിത്തരം കാണിക്കാവോ അതിന്റെ എക്സ്ട്രീം കാണിച്ചുകൊണ്ടും ഇരിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയെ തന്നെ ബാൻ ചെയ്യണം. അത് ബാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളെ ആയിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്. രേണുവിന്റെ മോനെ പോലും ഈ ഒരു കാര്യം ബാധിക്കും എന്നുള്ളതാണ് കാര്യം. അവന്റെ കയ്യിലും മൊബൈലും ഒക്കെ കാര്യങ്ങളും ഒക്കെ പിന്നെയും കാണുമല്ലോ. എന്തായാലും അവനെയും കൂടി ഇത് ബാധിക്കും. നോക്കിക്കോ, അവൻ ഇതൊക്കെ കാണുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പിള്ളേരുടെ പേരെടുത്ത് ഇങ്ങനെ ഇടുന്നത്. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. നേരെ ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിന്റെ അത്ര, അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു. ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്ന, അവരിങ്ങനെ ചുമ്മാ ഓഫർ ജനങ്ങളുടെ കണ്ണിൽ. ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്നതാ ഓരോ കാര്യം ഓഫർ ചെയ്യത്തേ ഉള്ളൂ. അനൂപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ കുറച്ച് നാൾക്ക് മുമ്പ് എല്ലാവരും കണ്ടതാണ്. ആ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു രേണുവിന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ പറയുന്ന, അവരുടെ പെടലിക്ക് കൊണ്ടിട്ട് ചുമ്മാ അവർ ഓഫർ കൊടുക്കത്തേ ഉള്ളൂ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ, അല്ലാതെ അവര് ജോലിയൊന്നും കൊടുക്കത്തില്ല, അവര് കൊടുക്കത്തുമില്ല. അവരിങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കലേ ഉള്ളെന്ന് ഇങ്ങനെയാണ് പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവര് പറയുന്നതെന്നാ പറയുന്നത് ഈ കരിഷ്മ പറഞ്ഞത്. കിച്ചുവിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തോ പേയ്മെന്റിന്റെ ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്കറിയാം, പക്ഷെ ഈ ജോലിയുടെ കാര്യം കള്ളമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല.
നമ്മൾ ആ സമയത്ത് ഇതിനെപ്പറ്റി എല്ലാം കേട്ടതാണല്ലോ. അപ്പൊ സുധി മരണപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ 24 വീട് പണിത് കൊടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. കിച്ചുവിന്റെ പഠനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ രേണുവിന് ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുള്ള കാര്യം അനാവശ്യമായിട്ട് അത് ഇല്ല എന്നൊന്നും ആരും സംസാരിക്കരുത്. രേണുവിന് പോകാൻ താല്പര്യമില്ല. രേണുവിന് ഇങ്ങനെയുള്ള ഓരോ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ജീവിച്ചു പോകണം. അത്ര പുള്ളിക്കാരിക്ക് ലൈം ലൈറ്റിൽ നിൽക്കണം. അത് തന്നെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവളെ കൊണ്ട് നടന്നു നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങളുടെ പൊക്കിള് കാണിക്കുമോ, ഇല്ല നിങ്ങൾക്ക് ഒരു മകളുണ്ട്, നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലത്തെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവൾ എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ. ഏത് വിധേനയും എനിക്ക് പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ എന്തും കാണിക്കും എന്നൊരു മൈൻഡാണ് രേണുവിന്. പക്ഷെ ഈ രേണുവിന്റെ മാനേജറായിട്ടുള്ള കരീഷ്മയ്ക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. കരീഷ്മയ്ക്ക് അറിയാം അത് ചെയ്യുന്നത് തെറ്റാണ്, അപരാധമാണെന്നുള്ള കാര്യം. അവർക്ക് നല്ല രീതിയിലുള്ള ബോധമുണ്ട്. എന്നിട്ടാണ് അതിന് കൂട്ട് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായിരുന്നു ഇരിക്കുന്നത്. ഇതിന് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ അതിന് കരകയറാൻ സമയമുണ്ട്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവള് വിചരിക്കുവോ, ഇല്ലെങ്കിൽ ബാറിൽ പോയി ഡാൻസ് ചെയ്യുവോ, വെള്ളമടിക്കുവോ, എന്ത് വേണേ, ഇതൊക്കെ അവൾക്കുടെ സ്വകാര്യമായ കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പൊ വ്യഭിചാരം ഒരു നിയമവിധേയമായ കാര്യമാണ്. അവരെന്തും ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. നേരെ ചൊവ്വേ ജീവിച്ചാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പൊ എന്തായാലും കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് പുള്ളിക്കാരി അടുത്ത പിന്നെ സുധിച്ചേട്ടന്റെ ഫോട്ടോയും പൊക്കി പിടിച്ച് വന്നത്. പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നും പറഞ്ഞുകൊണ്ട്. സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞ ആൾക്കാർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എനിക്ക് എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.